കുഴപ്പമില്ല, നല്ല പടം. നല്ല പടമാണ്. ഒരു കണ്ടന്റുള്ള സിനിമയായിട്ട് തോന്നി. അത്യാവശ്യം കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ കണ്ടു നോക്കുക. നന്നായിരുന്നു, അടിപൊളി, നല്ല മെസ്സേജാണ്. മൊത്തത്തിൽ നമ്മൾ നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളുപരി മേക്കിങ്ങും അതിൻ്റെ ഒരു ആ ഒരു ലെവലൊക്കെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവൽ സബ്ജക്റ്റാണ്. അപ്പോൾ കേരളത്തിൽ പലരും ചോദിച്ചു കേരളത്തിൽ ഓടുമെന്നുള്ളതാണ്. കേരളത്തിൽ ഓടുമെന്നുള്ളതല്ല, മൊത്തത്തിൽ ഇത് ഓടണം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. കാരണം മാത്രമല്ല നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്രാമത്തിൻ്റെ വളർച്ചയാണ്, ഓരോ ഗ്രാമത്തിൻ്റെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ച എന്നുള്ള രീതിയിലേക്കുള്ളൊരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. വളരെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ സ്പോയിലറായി പോകും, അതുകൊണ്ട് പറയുന്നില്ല. വളരെ നന്നായിട്ട് എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. തിയേറ്ററിൽ വന്ന് കാണും. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ശരിക്കും ഒരു ചെറിയൊരു സ്ലോ പടം എന്നുള്ള രീതിയിലേക്ക് അല്ല, എന്നാലും നമ്മളെ ആ ഒരു ഫിലിമിൻ്റെ ഉള്ളിൽ റൺ ചെയ്യിപ്പിക്കുന്ന രീതിയിലൊരു കൊണ്ടുപോക്കുണ്ട്. നമ്മളതിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യും. ആ സിനിമയുടെ ഒപ്പം തന്നെ യാത്ര ചെയ്യും. അതൊക്കെ ത്രില്ലിംഗ് ആണ്. അതൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഫീൽ ചെയ്യും, തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. കാരണം ചെറിയ സ്ലോട്ട്സേ കൊടുത്തിട്ടുള്ളൂ. ഗുസ്തി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓട്ടോ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയ പോർഷനിലേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ പിന്നിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തു തോന്നിയത്. മ്യൂസിക് അടിപൊളിയാണ്, ആക്ഷൻ അടിപൊളിയാണ്, സ്റ്റോറിയും നല്ലത് തന്നെയാണ്. നമ്മൾ കണ്ട ഈ പറഞ്ഞ മാസ് മസാല പ്രതീക്ഷിച്ച് പോകരുത്, കണ്ടിട്ട് കാണണം. രാംചരൺ നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും അടിപൊളി തന്നെയായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട്. പറഞ്ഞ പോലെ മാസ് മസാല പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും. കണ്ടന്റാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേഷനിലാണ്. ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷനായിട്ട് ഞാൻ ഈ സിനിമ കാണേണ്ടത്. പറഞ്ഞ് നമ്മളിരുന്ന് ഈ പറഞ്ഞ പോലെ മാസ് പ്രതീക്ഷിച്ച് പോകാണ്ട് സ്റ്റോറിയായിട്ട് പ്രതീക്ഷിച്ച് പോയാൽ അടിപൊളിയായി. പക്ക ഒരു പാൻ ഇന്ത്യൻ പടം തന്നെയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. കുഴപ്പമുണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തേക്കല്ല ഇമ്പോർട്ടൻസ് ഈ പറയുന്ന പോലെ 3-4 പേർക്കുള്ള ബോബി റാണി, മറ്റേ ഈ പറയുന്ന സൂരജ് പോപ്സ്, അതുപോലെ തന്നെ രാംചരൺ, ഇവർക്കാണ് പ്രധാനം. പിന്നെ സ്റ്റോറി ബേസ്ഡാണ് പടം. ഏറെ മ്യൂസിക് അടിപൊളിയാണ്. കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ മാസ് മസാല പ്രതീക്ഷിക്കരുത്, ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഓക്കെ, ഒരു ആവറേജ് മൂവിയായിട്ട് പറയുന്നുണ്ട്. റഹ്മാൻ മ്യൂസിക് കൊള്ളാം എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ സുകുമാറിൻ്റെ ഒരു എഴുത്തുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ പുഷ്പയുടെയൊക്കെ ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയില്ല. ആവറേജ് ഒരു പടമായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ വൺ ടൈം വാച്ച്.